കഥകൾ ധാരാളമുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാമോ കൂട്ടുകാരെ? ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കഥകളുടെ ലോകത്തേക്ക് ഇനിയും കടന്നു വരാത്ത നിങ്ങളുടെ കൂട്ടുകാരെ കൂടി നമ്മുടെ ചാനലിലെ അംഗമാക്കി മാറ്റുവാൻ എല്ലാവരും കഥകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. കഥകൾ കേൾക്കുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് അമർത്തണേ. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി കഥയിലേക്ക്. ഹൈദരാബാദ് പട്ടണത്തിൻ്റെ വീഥികളിൽ അന്ധകാരം വ്യാപിച്ചു തുടങ്ങി. കൂരിരുട്ടിൻ്റെ പിടിയിലമർന്ന പട്ടണം ഇരുട്ടിൻ്റെ മറപറ്റി ഇറങ്ങുന്ന മോഷ്ടാക്കളുടെ വിഹാര കേന്ദ്രമാണ്. അത്തരത്തിലുള്ള ഒരു കുപ്രസിദ്ധ മോഷ്ടാവ് ഒരു നാൾ പോലീസിൻ്റെ പിടിയിലാകുന്നു. പലതരം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പോലീസ് അവനെ വിശദമായി ചോദ്യം ചെയ്യുന്നു. കള്ളൻ്റെ വിവരണത്തിലെ ചില സംഭവങ്ങൾ ഏവരെയും ഭീതിയുടെ മുൾമുനയിൽ ആഴ്ത്തി. പട്ടണത്തിൽ നിന്ന് കുറച്ചു മാറി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമായിരുന്നു കുന്ദർബർഗ്. അവിടെ വിമല എന്നൊരു സ്ത്രീയും അവരുടെ 2 പെൺമക്കളും താമസിക്കുന്നുണ്ടായിരുന്നു. അയൽവക്കത്തുള്ള ആളുകളുമായി അവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. പത്രം, ഫോൺ, TV തുടങ്ങി പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവർ വിച്ഛേദിച്ചിരുന്നു. വിമലയെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവരുടെ വീട്ടിൽ നിന്നും മെഴുകുതിരികൾ കത്തിച്ചു വച്ച ശേഷം ഏതോ പ്രത്യേക തരത്തിലുള്ള ഗാനവും കേൾക്കാറുണ്ടായിരുന്നു. വിമലയും പെൺമക്കളും പതിവായി ഉച്ചത്തിൽ ആ ഗാനം ആലപിക്കും. ആ ഗാനം ചുറ്റുമുള്ള ആളുകളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് തുടങ്ങുന്ന ഈ ഗാനാലാപനം രാത്രികാലം വരെ തുടരും. അയൽക്കാർക്കാവട്ടെ ഇതൊരു ബുദ്ധിമുട്ടായി മാറി. വിമലയോട് നേരിട്ട് ഈ കാര്യം പറയുവാൻ ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒരു കാര്യം തീരുമാനിച്ചു. എല്ലാവരും കൂടി കൂട്ടമായി അവരെ കണ്ട് കാര്യം പറയുക. അതിനായി അയൽപ്പക്കത്തുള്ളവർ കൂട്ടമായി അവരുടെ മുറ്റത്തെത്തി. പക്ഷേ വിമലയുടെ പ്രതികരണം ഭീകരമായിരുന്നു. കൂട്ടം കൂടി നിന്ന ആളുകൾക്കിടയിലേക്ക് അവർ വെട്ടുകത്തിയുമായി ആക്രോശിച്ചു. അങ്ങനെ അവർ ഓടിയെടുത്തു. അതുകണ്ട് ഭയന്ന ആളുകൾ ഓടിമറഞ്ഞു. വിമലയുടെ വീട്ടിലെ പ്രാർത്ഥനയും ഗാനവും തുടർന്നു കൊണ്ടേയിരുന്നു. നാട്ടുകാർ അത് കേട്ടതായി പോലും ഭാവിക്കാതെയുമായി. വളരെ ഭീതി ഉളവാക്കുന്ന സംഗീതമായിരുന്നു അത്. അങ്ങനെയിരിക്കെയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിലെ പറഞ്ഞ കള്ളൻ ഒരു ദിവസം മോഷണത്തിനായി വിമലയുടെ വീട്ടിലെത്തുന്നത്. പക്ഷേ അവിടെ അയാൾ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. ഒരു മധ്യവയസ്കയായ സ്ത്രീയുടെയും 2 പെൺമക്കളുടെയും പുഴുവരിച്ച മൃതദേഹങ്ങൾ. അയാളുടെ വാക്കുകൾ കേട്ട പോലീസ് ആ വീട്ടിൽ വന്ന് പരിശോധന നടത്തി. പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വിമലയുടെയും മക്കളുടെയും മരണം നടന്നിട്ട് 6 മാസമായിരുന്നു. പക്ഷേ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഈ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥനയും പ്രത്യേക തരത്തിലുള്ള ആ ഗാനവും അവർ കേൾക്കുന്നുണ്ടായിരുന്നത്രേ. ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൻ്റെ തലേന്ന് വരെ ഈ ഗാനം അവർ കേട്ടിരുന്നു. അത് കേട്ട് പോലീസുകാർ വരെ വിറച്ചുപോയി. ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെന്ന് പറയപ്പെടുന്നു. കഥകൾ കേൾക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ. ഇത്രയും കഥകൾ പറഞ്ഞു തരുന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തണം. അടുത്ത കഥയുമായി വരും വരെ ബൈ.